അധ്യായം 2 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇത് ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചുള്ള ഒരു അധ്യായമാണ്. ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് 1789 ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് 1789 ഫ്രാൻസിലെ പാർലമെന്റ് അറിയപ്പെട്ടിരുന്നത് എസ്റ്റേറ്റ് എന്നാണ്. ഫ്രാൻസിലെ പാർലമെന്റ് എസ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്നു. ഫ്രാൻസിൽ നിലനിന്നിരുന്ന സ്വേച്ഛാധിപത്യ വ്യവസ്ഥയ്ക്കെതിരെ ജനമുന്നേറ്റമുണ്ടായി. ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജവംശമായിരുന്നു ബൂർബൻ രാജവംശം. ബൂർബൻ രാജവംശം. സ്വേച്ഛാധിപതികളായിരുന്ന ഇവർ ദൈവദത്താധികാര സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരുന്നു. അതായത് രാജാവ് ദൈവത്തിന്റെ പ്രതിനിധിയാണെന്ന് വാദിക്കുന്ന സിദ്ധാന്തമാണിത്. ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജവംശമായിരുന്നു ബൂർബൻ രാജവംശം. സ്വേച്ഛാധിപതികളായിരുന്ന ഇവർ ദൈവദത്താധികാര സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരുന്നു. അതായത് രാജാവ് ദൈവത്തിന്റെ പ്രതിനിധിയാണെന്ന് വാദിക്കുന്ന സിദ്ധാന്തമാണ് ദൈവദത്ത അധികാര സിദ്ധാന്തം. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച രാജാവാണ് ലൂയി 14. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് രാജാവാണ് ലൂയി 14. ലൂയി 14 ശേഷം അധികാരത്തിൽ വന്ന ലൂയി 15 കാലത്തും അഴിമതി നിറഞ്ഞതായിരുന്നു. ലൂയി 14 പോലെ ലൂയി 15 കാലവും അഴിമതി നിറഞ്ഞതായിരുന്നു. രാജ്യകാര്യങ്ങളിൽ അമിതമായി ഇടപെട്ടിരുന്ന ലൂയി 16 ഭാര്യയാണ് മേരി അന്റോയിനെറ്റ്. രാജ്യകാര്യങ്ങളിൽ അമിതമായി ഇടപെട്ടിരുന്ന ലൂയി 16 ഭാര്യയാണ് മേരി അന്റോയിനെറ്റ്. ഫ്രഞ്ച് സമൂഹം 3 എസ്റ്റേറ്റുകളായി വിഭജിച്ചിരുന്നു. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നത് പുരോഹിതർ, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നത് പ്രഭുക്കൾ, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നത് സാധാരണക്കാർ. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നത് പുരോഹിതർ, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കൾ ഉൾപ്പെട്ടിരുന്നു, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ സാധാരണക്കാർ ഉൾപ്പെട്ടിരുന്നു. പുരോഹിതർ സാധാരണ കർഷകരിൽ നിന്നും പിരിച്ചിരുന്ന നികുതി അറിയപ്പെട്ടിരുന്നത് ടൈത് എന്നാണ്. പുരോഹിതർ സാധാരണ കർഷകരിൽ നിന്നും പിരിച്ചിരുന്ന നികുതി അറിയപ്പെട്ടിരുന്നത് ടൈത് എന്നാണ്. ഭരണരംഗത്തെയും സൈന്യത്തിലെയും ഉയർന്ന സ്ഥാനങ്ങൾ കൈയടക്കി വെച്ചിരുന്നത് പ്രഭുക്കളാണ്. ഭരണരംഗത്തെയും സൈന്യത്തിലെയും ഉയർന്ന സ്ഥാനങ്ങൾ പ്രഭുക്കൾ കൈയടക്കി വെച്ചിരുന്നു. 1749 നിയമം അനുസരിച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും വരുമാനത്തിന്റെ 20% ഭാഗം നികുതി കൊടുക്കണമായിരുന്നു. ഇത് അറിയപ്പെട്ടിരുന്നത് വോങ് തിയം എന്നാണ്. വോങ് തിയം. 1749 നിയമം അനുസരിച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും വരുമാനത്തിന്റെ 20% ഭാഗം നികുതി കൊടുക്കണമായിരുന്നു. ഇത് അറിയപ്പെട്ടിരുന്നത് വോങ് തിയം എന്നാണ്. പ്രഭുക്കൾ സാധാരണക്കാരെ വിവിധ രീതികളിൽ ചൂഷണം ചെയ്തിരുന്നു. ഒരു വർഷത്തിൽ 3-4 ദിവസം സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിക്കുന്നതിനുള്ള അവകാശം അറിയപ്പെട്ടിരുന്നത് കോവി എന്നാണ്. ഒരു വർഷത്തിൽ 3-4 ദിവസം സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിപ്പിക്കുന്നതിനുള്ള അവകാശം അതറിയപ്പെട്ടിരുന്നത് കോവി എന്നാണ്. വീഞ്ഞു നിർമ്മാണത്തിലെ കുത്തക വഴി ലഭിക്കുന്ന അധിക നികുതിയും മുന്തിരിച്ചാർ, റൊട്ടി തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ജന്മിയുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങൾ നിർബന്ധമായി ഉപയോഗിക്കേണ്ടി വരുന്നതിന്റെ വാടക ഇവയൊക്കെ അറിയപ്പെട്ടിരുന്നത് ബെനാലിറ്റി എന്നാണ്. വീഞ്ഞു നിർമ്മാണത്തിലെ കുത്തക വഴി ലഭിക്കുന്ന അധിക നികുതി, മുന്തിരിച്ചാർ, റൊട്ടി തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ജന്മിയുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങൾ നിർബന്ധമായി ഉപയോഗിക്കേണ്ടി വരുന്നതിന്റെ വാടക ഇവയൊക്കെ അറിയപ്പെട്ടിരുന്നത് ബെനാലിറ്റി എന്നാണ്. തങ്ങളുടെ പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്ന വീഞ്ഞിന് മേലുള്ള കുത്തക നികുതി അറിയപ്പെട്ടിരുന്നത് ബെൻവിൻ എന്നാണ്. തങ്ങളുടെ പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്ന വീഞ്ഞിന് മേലുള്ള കുത്തക നികുതി അറിയപ്പെട്ടിരുന്നത് ബെൻവിൻ എന്നാണ്. പാലങ്ങൾ, റോഡുകൾ എന്നിവയുടെ മേലുള്ള ചുങ്കമാണ് പിയേഷ്. പാലങ്ങൾ, റോഡുകൾ എന്നിവയുടെ മേലുള്ള ചുങ്കമാണ് പിയേഷ് എന്നറിയപ്പെട്ടിരുന്നത്. വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്നും പിരിച്ചിരുന്ന പ്രത്യേക കരം അറിയപ്പെട്ടിരുന്നത് ടെറാഷ് എന്നാണ്. വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്നും പിരിച്ചിരുന്ന പ്രത്യേക കരം അറിയപ്പെട്ടിരുന്നത് ടെറാഷ് എന്നാണ്. ഫ്രാൻസിലെ സാധാരണക്കാർ കോമൺസ് എന്നറിയപ്പെട്ടിരുന്നു. ഫ്രാൻസിലെ സാധാരണക്കാരാണ് കോമൺസ് എന്നറിയപ്പെട്ടിരുന്നത്. ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഒരു നികുതിയായിരുന്നു ഗാബെൽ. ഇത് 13-ാം നൂറ്റാണ്ട് മുതൽ എല്ലാ ഉൽപ്പന്നങ്ങളിലും ചുമത്തിയിരുന്നു. 15-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഉപ്പിന് മാത്രമായി മാറി. ഗാബെൽ ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഒരു നികുതിയായിരുന്നു ഈ ഗാബെൽ എന്ന് പറയുന്നത്. 13-ാം നൂറ്റാണ്ട് മുതൽ എല്ലാ ഉൽപ്പന്നങ്ങളിലും ചുമത്തിയിരുന്നു. പിന്നീട് അത് 15-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഉപ്പിന് മാത്രമായി മാറി. ഫ്രാൻസിൽ കാർഷിക വ്യാവസായിക രംഗത്തെ പുരോഗതിയെ തുടർന്ന് ഒരു മധ്യവർഗം ഉയർന്നു വന്നു.
ഫ്രാൻസിൽ കാർഷിക വ്യാവസായിക രംഗത്തെ പുരോഗതിയെ തുടർന്നൊരു മധ്യവർഗം ഉയർന്നു വന്നു. വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും മുന്നിലായിരുന്നിട്ടും ഇവർക്ക് സൈന്യത്തിലും ഭരണത്തിലുമൊന്നും അർഹമായ പദവി ലഭിച്ചില്ല. ഇത് മധ്യവർഗക്കാരിടയിൽ കടുത്ത അസംതൃപ്തി ഉണ്ടാക്കി. ഇപ്പോൾ ഫ്രാൻസിലെ ഒരു കാർഷിക വ്യാവസായിക രംഗത്ത് പുരോഗതി ഉണ്ടായി തുടർന്ന് ഒരു മധ്യവർഗം ഉയർന്നു വന്നു. അപ്പോൾ ഇവര് സാമ്പത്തികമായും മുന്നിലായിരുന്നിട്ടും വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും ഒക്കെ മുന്നിലായിരുന്നിട്ടും അവർക്ക് സൈന്യത്തിലോ ഭരണത്തിലോ ഒന്നും അർഹമായ പദവി ലഭിച്ചില്ല. അത് മധ്യവർഗക്കാർക്കിടയിൽ കടുത്ത അസംതൃപ്തിക്ക് കാരണമായി. മധ്യവർഗത്തിന്റെ ഈ അസംതൃപ്തിയെപ്പറ്റി പ്രസിദ്ധ ചരിത്രകാരായ വിൽ ഡുറന്റും ഏരിയൽ ഡുറന്റും സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്ന കൃതിയിൽ ഇപ്രകാരം പറയുന്നു. അപ്പോൾ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്ന കൃതി എഴുതിയത് വിൽ ഡുറന്റും ഏരിയൽ ഡുറന്റും ചേർന്നാണ്. അതിൽ ഈ മധ്യവർഗക്കാരുടെ അസംതൃപ്തിയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്. അസംതൃപ്തരായ കർഷക വർഗത്തെ ആയുധമാക്കിക്കൊണ്ട് പൗരോഹിത്യത്തെയും പ്രഭുത്വത്തെയും തകിടം മറിക്കുകയും അസ്വസ്ഥരായ നഗരവാസികളെ കൊണ്ട് രാജകീയ സേനകളെ നിർവീര്യമാക്കുകയും ചെയ്ത ബൂർഷ്വാസിയുടെ പ്രവർത്തനമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സത്ത. കാർഷിക രംഗത്തെ തകർച്ചയെ തുടർന്ന് 1770-കളിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അനുഭവപ്പെട്ടു. കാർഷിക രംഗത്തെ തകർച്ചയെ തുടർന്ന് 1770-കളിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. ഫ്രാൻസിലെ പ്രമുഖ ചിന്തകരാണ് വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ. സോഷ്യൽ കോൺട്രാക്ട്സ് അഥവാ സാമൂഹിക ഉടമ്പടി എന്ന കൃതി രചിച്ചത് റൂസോയാണ്. നല്ല നിയമം നല്ല പൗരരെ സൃഷ്ടിക്കുന്നു എന്ന് വാദിച്ച ചിന്തകനാണ് റൂസോ. വാദിച്ചത് നല്ല നിയമം നല്ല പൗരരെ സൃഷ്ടിക്കുന്നു എന്നാണ്. റൂസോയുടെ ആശയങ്ങൾ പ്രകൃതിവാദത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞത് റൂസോയാണ്. റൂസോയുടെ പ്രസിദ്ധമായ ഒരു കോട്ടാണ്, മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ്. നിയമത്തിന്റെ ആത്മാവ് അഥവാ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന കൃതി രചിച്ചത് മോണ്ടസ്ക്യൂ ആണ്. നിയമത്തിന്റെ ആത്മാവ് അഥവാ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന കൃതി രചിച്ചത് മോണ്ടസ്ക്യൂ ആണ്. ഗവൺമെന്റിന്റെ അധികാരത്തെ നിയമനിർമ്മാണം, ഭരണനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ തരംതിരിച്ചത് മോണ്ടസ്ക്യൂ ആണ്. ഗവൺമെന്റിന്റെ അധികാരത്തെ നിയമനിർമ്മാണം, ഭരണനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ മോണ്ടസ്ക്യൂ തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ടു ട്രീറ്റിസസ് ഓഫ് ഗവൺമെന്റ് എന്ന കൃതി രചിച്ചത് ജോൺ ലോക്ക് ആണ്. ടു ട്രീറ്റിസസ് ഓഫ് ഗവൺമെന്റ് എന്ന കൃതി രചിച്ചത് ജോൺ ലോക്ക് ആണ്. ഫ്രാൻസിലെ സാമ്പത്തിക വിദഗ്ധർ ഫിസിയോക്രാറ്റുകൾ എന്നറിയപ്പെട്ടിരുന്നു. ഫ്രാൻസിലെ സാമ്പത്തിക വിദഗ്ധർ അറിയപ്പെട്ടിരുന്നത് ഫിസിയോക്രാറ്റുകൾ എന്നാണ്. ഇവരിൽ പ്രമുഖരായിരുന്നു ടർഗോ, നെക്കർ. രണ്ട് പ്രമുഖ ഫിസിയോക്രാറ്റുകളാണ് ടർഗോ, നെക്കർ. ഈ ലൂയി 16 ഉപദേഷ്ടാവായിരുന്നു ടർഗോ. ലൂയി 16 ഉപദേഷ്ടാവായിരുന്ന സാമ്പത്തിക വിദഗ്ധനാണ് ടർഗോ. ഫ്രാൻസിലെ സലോണുകളും കോഫി ഹൗസുകളും ആശയവിനിമയത്തിനും ചർച്ചകൾക്കുമുള്ള കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചു. ഫ്രാൻസിലെ സലൂണുകളും കോഫി ഹൗസുകളുമൊക്കെ ആശയവിനിമയത്തിനും വിപ്ലവവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കുള്ള കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചു. 175 വർഷത്തിന് ശേഷം എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ച ഫ്രഞ്ച് ചക്രവർത്തിയാണ് ലൂയി 16. 175 വർഷത്തിന് ഇടവേളയ്ക്ക് ശേഷം എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ച ഫ്രഞ്ച് ചക്രവർത്തി ലൂയി 16 അപ്പോൾ ഇതില് ഒന്നാം എസ്റ്റേറ്റിൽ 285 പേര്, അതുപോലെ രണ്ടാമത്തെ എസ്റ്റേറ്റിൽ 308 പേര്, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ 621 പേരും ഉൾപ്പെട്ടിരുന്നു. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ 285 പേര്, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ 308 പേര്, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ 621 പേരും ഉൾപ്പെട്ടിരുന്നു. 1ഉം 2ഉം എസ്റ്റേറ്റുകളിലെ അംഗത്വം പരമ്പരാഗതമായിരുന്നു. 1ഉം 2ഉം എസ്റ്റേറ്റുകളിൽ അംഗത്വം കിട്ടിയിരുന്നത് പരമ്പരാഗതമായിരുന്നു. മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങളായവർ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. മൂന്നാമത്തെ എസ്റ്റേറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ടായിരുന്നു അംഗങ്ങളുണ്ടായിരുന്നത്. ഒരു സഭയ്ക്ക് ഒരു വോട്ട് എന്ന രീതിയാണ് നിലനിന്നിരുന്നത്. ഒരു സഭയ്ക്ക് ഒരു വോട്ട് എന്ന രീതിയാണ് നിലനിന്നിരുന്നത്. മൂന്നാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിന്റെ യഥാർത്ഥ ജനപ്രതിനിധികൾ എന്ന് പ്രഖ്യാപിക്കുകയും തങ്ങളുടെ സഭയെ ഫ്രഞ്ച് ദേശീയ സഭ എന്ന് വിളിക്കുകയും ചെയ്തത് 1789 ജൂൺ 17-നാണ്.
അപ്പോൾ 1789 ജൂൺ 17 മൂന്നാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിന്റെ യഥാർത്ഥ ശക്തികളെന്ന് പ്രഖ്യാപിക്കുകയും ഫ്രാൻസിന്റെ യഥാർത്ഥ ജനപ്രതിനിധികൾ എന്ന് പ്രഖ്യാപിക്കുകയും തങ്ങളുടെ സഭയെ ഫ്രഞ്ച് ദേശീയ സഭ എന്ന് വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. 1789 ജൂൺ 17 ഇനി ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് 1789 ജൂൺ 20 ഴാങ് സിൽവിയൻ ബെയ്ലി, അബ്ബേസിയസ് മിറാബോ എന്നിവരുടെ നേതൃത്വത്തിൽ ഴാങ് സിൽവിയൻ ബെയ്ലി, അബ്ബേസിയസ് മിറാബോ എന്നിവരുടെ നേതൃത്വത്തിൽ മൂന്നാം എസ്റ്റേറ്റിലെ പ്രതിനിധികൾ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഒരു വ്യവസ്ഥാപിത ഭരണഘടന ഉണ്ടാകുന്നതുവരെ പിരിഞ്ഞു പോവില്ലെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. ഇതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789 ജൂൺ 20 ബാസ്റ്റിൽ കോട്ട തകർത്തത് 1789 ജൂലൈ 14 ബാസ്റ്റിൽ കോട്ട തകർത്തത് 1789 ജൂലൈ 14 ദേശീയ സഭ നിയമനിർമ്മാണം വഴി നടപ്പിലാക്കിയ ചില പരിഷ്കാരങ്ങളാണ് ഇനി പറയുന്നത്. അടിമത്തം നിർത്തലാക്കി. പ്രഭുക്കളുടെ പ്രത്യേക അധികാരങ്ങൾ എടുത്തു കളഞ്ഞു. ജനങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് നൽകേണ്ടിയിരുന്ന കരം നിർത്തലാക്കി. അധികമായി ചുമത്തിയിരുന്ന നികുതികൾ റദ്ദാക്കി. ദേശീയ സഭ നിയമനിർമ്മാണം വഴി നടപ്പിലാക്കിയ ചില പരിഷ്കാരങ്ങൾ താഴെ പറയുന്നുണ്ട്. അടിമത്തം നിർത്തലാക്കി. പ്രഭുക്കളുടെ പ്രത്യേക അധികാരങ്ങൾ എടുത്തു കളഞ്ഞു. ജനങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് നൽകേണ്ടിയിരുന്ന കരം നിർത്തലാക്കി. അധികമായി ചുമത്തിയിരുന്ന നികുതികൾ റദ്ദാക്കി. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ച ഫ്രാൻസിലെ നാടകകൃത്തും പൊതുപ്രവർത്തകയുമാണ് ഒളിംപ് ദെ ഗൂഷ്. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ച ഫ്രാൻസിലെ പൊതുപ്രവർത്തകയും നാടകകൃത്തുമായ വനിതയാണ് ഒളിംപ് ദെ ഗൂഷ്. ഇവരുടെ പ്രസിദ്ധ കൃതിയാണ് ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൻ ആൻഡ് ഓഫ് ദ ഫീമെയിൽ സിറ്റിസൺ. ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൻ ആൻഡ് ഓഫ് ദ ഫീമെയിൽ സിറ്റിസൺ, അതായത് സ്ത്രീ പൗരരുടെയും അവകാശ പ്രഖ്യാപനം എന്നറിയപ്പെടുന്ന ഒരു ബുക്കാണ്. സ്ത്രീ സമത്വത്തിനു വേണ്ടി വാദിച്ച മറ്റൊരു വനിതയായിരുന്നു മാഡം ഴാങ് റോളണ്ട്. സ്ത്രീ സമത്വത്തിനു വേണ്ടി വാദിച്ച മറ്റൊരു വനിതയാണ് മാഡം ഴാങ് റോളണ്ട്. ഫ്രാൻസിലെ ഉന്നത കുലജാതർ പരമ്പരാഗതമായി ധരിച്ചിരുന്ന കാൽമുട്ടുകൾ വരെ ഇറക്കമുള്ള ഒരുതരം പാൻസ് ആണ് ബ്രീച്ചുകൾ എന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഫ്രാൻസിലെ ഉന്നത കുലജാതർ ബ്രീച്ചുകൾ എന്നറിയപ്പെട്ടിരുന്ന കാല് വരെ ഇറക്കമുള്ള ഒരുതരം പാൻസ് ധരിച്ചിരുന്നു. ബ്രീച്ചുകൾ എന്നാണ് ഈ പാൻസ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇത് ഉന്നത കുലജാതരോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് തൊഴിലാളികളും കർഷകരും കാൽപാദം വരെ എത്തുന്ന പാൻഡലോൺ എന്നറിയപ്പെടുന്ന നീളൻ വസ്ത്രം ധരിച്ചു തുടങ്ങി. പാൻഡലോൺ അത് ഈ ഉന്നത ജാതരോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് തൊഴിലാളികളും കർഷകരും ചേർന്ന് ധരിച്ച ഒരു വസ്ത്രമാണ് പാൻഡലോൺ എന്നറിയപ്പെട്ടിരുന്നത്. ഇത് നീളൻ കാൽമുട്ട് വരെ നീളുന്ന ഒരു വസ്ത്രമാണ്. ഫ്രീജിയൻ തൊപ്പിയും വിപ്ലവത്തിന്റെ പ്രതീകമായിരുന്നു. വിപ്ലവത്തിന്റെ മറ്റൊരു പ്രതീകമായിരുന്നു ഫ്രീജിയൻ തൊപ്പി. 1789 ഫ്രാൻസിൽ പുറത്തിറക്കിയ പേപ്പർ കറൻസിയാണ് അസൈനാറ്റ്. 1789 ഫ്രാൻസിൽ പുറത്തിറക്കിയ പേപ്പർ കറൻസിയാണ് അസൈനാറ്റ്. 1792 ദേശീയ സഭയുടെ സ്ഥാനത്ത് നിലവിൽ വന്ന പുതിയ ഭരണസമിതിയാണ് നാഷണൽ കൺവെൻഷൻ. 1792 ദേശീയ സഭയുടെ സ്ഥാനത്ത് നിലവിൽ വന്ന പുതിയ ഭരണസമിതിയാണ് നാഷണൽ കൺവെൻഷൻ. നാഷണൽ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ലൂയി 16 വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. ഒരു റിപ്പബ്ലിക്കായി മാറിയ ഫ്രാൻസിന്റെ ഭരണ നേതൃത്വം ജാക്കോബിനുകൾ പിടിച്ചെടുത്തു. യൂറോപ്പിലെ പ്രബല ശക്തികളായ ബ്രിട്ടനും ഓസ്ട്രിയയും റഷ്യയും ഫ്രാൻസിനെ ആക്രമിച്ചപ്പോൾ ഈ സ്ഥിതിവിശേഷം നേരിടുന്നതിനു വേണ്ടി പൊതുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. പൊതുരക്ഷാ കമ്മിറ്റി ഇത് രൂപീകരിച്ചത് എന്തിനു വേണ്ടിയാണ്? യൂറോപ്പിലെ പ്രബല ശക്തികളായ ബ്രിട്ടനും ഓസ്ട്രിയയും റഷ്യയും ഒക്കെ ഫ്രാൻസിനെ ആക്രമിച്ചപ്പോൾ അത് നേരിടുന്നതിന് വേണ്ടി രൂപീകരിച്ചതാണ് പൊതുരക്ഷാ കമ്മിറ്റി. പാരീസ് നഗരത്തിന്റെ ഭരണം ഡാന്റൺ, ഹെബർട്ട്, മരാട്ട്, റോബസ്പിയർ എന്നിവരുടെ കൈകളിലായിരുന്നു. പാരീസ് നഗരത്തിന്റെ ഭരണം ഡാന്റൺ, ഹെബർട്ട്, മരാട്ട്,
റോബസ്പിയർ എന്നിവരുടെ കൈകളിലായിരുന്നു. ശക്തമായ ഭീകരവാഴ്ചയാണ് പിന്നീട് ഉണ്ടായത്. ഇവർക്കെതിരെ നിന്നവരെ ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ച് കൊന്നൊടുക്കി. ഇത് സെപ്റ്റംബർ കൂട്ടക്കൊല എന്നറിയപ്പെട്ടിരുന്നു. സെപ്റ്റംബർ കൂട്ടക്കൊല ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക വിഭാഗമായിരുന്നു ജാക്കോബിൻ എന്നറിയപ്പെട്ടിരുന്നത്. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക വിഭാഗമായിരുന്നു ജാക്കോബിൻ എന്നറിയപ്പെട്ടിരുന്നത്. ഇതിലെ പ്രധാന നേതാവായിരുന്നു റോബസ്പിയർ. ഫ്രഞ്ച് വിപ്ലവത്തിൽ പങ്കെടുത്ത മറ്റൊരു വിഭാഗമായിരുന്നു ജിറോണ്ടിസ്റ്റുകൾ. ഇവർ മിതവാദികളുമായിരുന്നു. ജിറോണ്ടിസ്റ്റുകൾ ഫ്രഞ്ച് വിപ്ലവത്തിൽ പങ്കെടുത്ത മറ്റൊരു വിഭാഗമായിരുന്നു. മിതവാദികളാണ് ഈ ജിറോണ്ടിസ്റ്റുകൾ. ഗ്രിഗോറിയൻ കലണ്ടറിന് പകരമായി ഫ്രാൻസിൽ വിപ്ലവ കലണ്ടർ നിലവിൽ വന്നത് 1792 സെപ്റ്റംബർ 22-നാണ്. അപ്പോൾ 1792 സെപ്റ്റംബർ 22-ന് ഫ്രാൻസിൽ ഗ്രിഗോറിയൻ കലണ്ടറിന് പകരമായിട്ട് വിപ്ലവ കലണ്ടർ നിലവിൽ വന്നു. ഭീകരവാഴ്ച അവസാനിച്ച ശേഷം 1795 ഫ്രാൻസിൽ പുതിയ ഭരണഘടന നിലവിൽ വന്നു. ഭീകരവാഴ്ചയൊക്കെ അവസാനിച്ച ശേഷം ഫ്രാൻസിൽ പുതിയ ഭരണഘടന നിലവിൽ വന്നത് 1795-ലാണ്. 5 അംഗങ്ങൾ അടങ്ങിയ ഈ ഭരണസമിതിയാണ് ഡയറക്ടറി എന്നറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇത് അഴിമതി മൂലം ഈ ഡയറക്ടറി പിന്നീട് തകർന്നു. ഈ 5 അംഗങ്ങളാണ് ഈ ഡയറക്ടറിയിൽ ഉണ്ടായിരുന്നത്. ഫ്രഞ്ച് സൈന്യത്തിലെ ബ്രിഗേഡിയർ ജനറലായിരുന്നു നെപ്പോളിയൻ. ഈ നെപ്പോളിയനാണ് ഡയറക്ടറിയെ പുറത്താക്കി അധികാരം പിടിച്ചെടുത്തു. ഡയറക്ടറിക്ക് പകരം 3 കോൺസൽമാർ അടങ്ങുന്ന ഒരു പുതിയ ഭരണ സംവിധാനം നെപ്പോളിയൻ സ്ഥാപിച്ചു. ഇതിൽ ഒന്നാം കോൺസൽ നെപ്പോളിയൻ ആയിരുന്നു. പിന്നീട് നെപ്പോളിയൻ ഫ്രാൻസിന്റെ ചക്രവർത്തിയുമായി. ഫ്രാൻസിന്റെ കിരീടം അഴുക്കുചാലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാനത് വാളുകൊണ്ടെടുത്ത് വൃത്തിയാക്കി എൻ്റെ തലയിൽ വെച്ചു. എൻ്റെ തലയിൽ തന്നെ വെച്ചു എന്ന് പറഞ്ഞത് നെപ്പോളിയനാണ്. അപ്പോൾ നെപ്പോളിയൻ്റെ ഒരു കോട്ടാണ്: ഫ്രാൻസിന്റെ കിരീടം അഴുക്കുചാലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു, ഞാനത് വാളുകൊണ്ടെടുത്ത് വൃത്തിയാക്കി എൻ്റെ തലയിൽ വെച്ചു എന്ന് പറഞ്ഞത് നെപ്പോളിയനാണ്. നെപ്പോളിയന്റെ നിയമസംഹിത ഫ്യൂഡൽ നിയമങ്ങൾ എന്നറിയപ്പെടുന്നു. നെപ്പോളിയന്റെ നിയമസംഹിത ഫ്യൂഡൽ നിയമങ്ങളൊക്കെ അവസാനിപ്പിച്ചു. അന്ന് അക്കാലത്ത് നിലനിന്നിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥിതിയൊക്കെ നെപ്പോളിയൻ നിയമം മൂലം അവസാനിപ്പിച്ചു. നെപ്പോളിയനും പോപ്പും തമ്മിലുണ്ടാക്കിയ കരാറാണ് കൺകോർഡറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നെപ്പോളിയനും പോപ്പും തമ്മിലുണ്ടാക്കിയ കരാറാണ് കൺകോർഡറ്റ് എന്നറിയപ്പെടുന്നത്. ഇത് പ്രകാരം കത്തോലിക്ക സഭയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുകയും മറ്റ് മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്തു. ഇത് പ്രകാരം കത്തോലിക്ക സഭയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം പുനഃസ്ഥാപിച്ചു. അതുപോലെ മറ്റ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചു. ലിസൈ എന്ന സർക്കാർ സ്കൂൾ ആരംഭിച്ചത് നെപ്പോളിയനാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് എന്ന പേരിൽ സർവകലാശാല ആരംഭിച്ചു. നെപ്പോളിയൻ ആരംഭിച്ച സർവകലാശാലയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ്. ബ്രിട്ടനെ സാമ്പത്തികമായി തകർക്കാനായി നെപ്പോളിയൻ ആരംഭിച്ച പദ്ധതിയാണ് കോണ്ടിനെന്റൽ വ്യവസ്ഥ. ബ്രിട്ടനെ സാമ്പത്തികമായി തകർക്കാനായി നെപ്പോളിയൻ ആരംഭിച്ച പദ്ധതിയാണ് കോണ്ടിനെന്റൽ വ്യവസ്ഥ. ഇത് പ്രകാരം ഫ്രാൻസിന്റെ അധീനതയിലുള്ളതോ ഫ്രാൻസുമായി സഹകരണത്തിലുള്ളതോ ആയ രാജ്യങ്ങളെ ബ്രിട്ടനുമായുള്ള വ്യാപാരത്തിൽ നിന്ന് വിലക്കി. ഈ കോണ്ടിനെന്റൽ വ്യവസ്ഥ പ്രകാരം ബ്രിട്ടനുമായി ഫ്രാൻസിന്റെ അധീനതയിലുള്ളതോ ഫ്രാൻസുമായി സഹകരണത്തിലുള്ളതോ ആയ രാജ്യങ്ങളെ ബ്രിട്ടനുമായിട്ടുള്ള വ്യാപാരത്തിൽ നിന്ന് വിലക്കി. 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ ബ്രിട്ടൻ നെപ്പോളിയനെ പരാജയപ്പെടുത്തി. പരാജയപ്പെടുത്തിയ യുദ്ധമാണ് 1815 വാട്ടർലൂ യുദ്ധം. നെപ്പോളിയന്റെ പരാജയശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ 1815 ഓസ്ട്രിയയിലെ വിയന്നയിൽ സമ്മേളനം ചേർന്നു. നെപ്പോളിയന്റെ പരാജയശേഷം യൂറോപ്യൻ രാജ്യങ്ങളെല്ലാവരും ചേർന്ന് 1815 ഓസ്ട്രിയയിലെ വിയന്നയിൽ സമ്മേളിച്ചു. വിയന്ന സമ്മേളന തീരുമാനങ്ങൾ ഇനി പറയുന്നവയാണ്. ഒന്നാമത്തേത്, യൂറോപ്പിലെ രാജ്യങ്ങളിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പുള്ള രാജഭരണം പുനഃസ്ഥാപിക്കുക. യൂറോപ്പിലെ രാജ്യങ്ങളിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പുണ്ടായിരുന്ന രാജഭരണം പുനഃസ്ഥാപിക്കുക. ഫ്രാൻസിൽ ബൂർബൻ ഭരണം പുനഃസ്ഥാപിക്കുക. ഫ്രാൻസിലെ പഴയ ബൂർബൻ ഭരണം പുനഃസ്ഥാപിക്കുക.
ബ്രിട്ടന്റെ നാവിക മേധാവിത്വവും റഷ്യയുടെ കിഴക്കൻ യൂറോപ്പിലെ ആധിപത്യവും അംഗീകരിക്കുക. ബ്രിട്ടന്റെ നാവിക മേധാവിത്വവും റഷ്യയുടെ കിഴക്കൻ യൂറോപ്പിലെ ആധിപത്യവും അംഗീകരിക്കുക. മധ്യ യൂറോപ്പിൽ ഓസ്ട്രിയയുടെ മേധാവിത്വം അംഗീകരിക്കുക. മധ്യ യൂറോപ്പിൽ ഓസ്ട്രിയയുടെ മേധാവിത്വം അംഗീകരിക്കുക. ഇതൊക്കെയാണ് വിയന്ന സമ്മേളനത്തിന്റെ പ്രധാന തീരുമാനങ്ങൾ.